കോട്ടയത്ത് സനോജ് കാത്തു നിൽക്കുകയാണ്. സനോജ്, ഏതായാലും കാസർഗോഡും മലപ്പുറവും ഒക്കെ കളറാക്കുമ്പോൾ കോട്ടയത്തിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. കൊട്ടിക്കലാശം കളറാക്കില്ലേ കോട്ടയം? തീർച്ചയായിട്ടും മനു, കോട്ടയത്തിൻ്റെ ആവേശത്തിനും യാതൊരു കുറവുമില്ല. അല്പസമയത്തിനകം 3 സ്ഥാനാർത്ഥികളും സംഗമിക്കുന്ന തിരുനക്കര ചുറ്റുവട്ടത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. 3 പേർക്കും 3 ഇടങ്ങളാണ് പോലീസ് നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അല്പസമയത്തിനകം ഈ MC റോഡ് നിശ്ചലമായിക്കൊണ്ട് വലിയൊരു ജനസഞ്ചയം ഇവിടേക്ക് ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ്റെ റോഡ് ഷോ വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ പുതുപ്പള്ളിയിലൂടെ സഞ്ചരിച്ചപ്പോൾ വലിയ ആവേശത്തിലായിരുന്നു തോമസ് ചാഴികാടൻ നമ്മളുമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. തൻ്റെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഒരു ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഉദാഹരണമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനം എന്നുള്ളത് അദ്ദേഹം അനുഭവത്തിലൂടെ അറിയുകയുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം അത്രത്തോളം കൃത്യമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ താൻ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. കോട്ടയത്ത് നിന്ന് വീണ്ടും കോട്ടയത്തിൻ്റെ കോട്ടയാക്കാൻ തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള വലിയ ആത്മവിശ്വാസം തന്നെയാണ് തോമസ് ചാഴികാടൻ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ കോട്ടയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LDFും UDF തമ്മിലുള്ള ഒരു മത്സരമാണ് കോട്ടയത്ത് നടക്കുന്നത്. ഫ്രാൻസിസ് ജോർജാണ് UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായി ചാഴികാടൻ മത്സരിക്കുന്നു. NDA സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി മത്സരരംഗത്തുണ്ടെങ്കിലും ഒരു ത്രികോണ മത്സരത്തിൻ്റെ യാതൊരു ഫീലിങ്ങും കോട്ടയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ LDF UDF മുന്നണികൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷമുള്ള ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മുൻപ് കോൺഗ്രസിൻ്റെ ഒരു കുത്തക സീറ്റായിരുന്നു കോട്ടയമെങ്കിൽ ആ കോട്ടയ്ക്ക് ഇളക്കം തട്ടിക്കൊണ്ട് പലതവണ സുരേഷ് കുറുപ്പ് ഇവിടെ നിന്നും വിജയിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ കോട്ടയത്തുനിന്ന് വിജയിക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തോമസ് ചാഴികാടനും ഇടതു മുന്നണിയും ഉള്ളത്. മനു, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ മാണി കോൺഗ്രസിന്റെ LDFിലേക്കുള്ള വരവ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് കോട്ടയം ജില്ലയിലുണ്ടായ വലിയ ആധിപത്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ആധിപത്യം, അതൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയും എന്നതാണോ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വലിയ പ്രതീക്ഷ? മറുവശത്ത് ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് നൽകിയതിൽ UDFിനുള്ളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ വലിയ അമർഷമുണ്ട്. അതും പ്രതിഫലിക്കാനുള്ള സാധ്യത അവരുടെ ഇടയിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കോൺഗ്രസ് അഭിപ്രായം, കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ UDFിൻ്റെ ആത്മവിശ്വാസം എന്ന് പറയപ്പെടുന്നത് അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്. പക്ഷേ ഈ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഈ സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ള ഒരു വികാരമായിരുന്നു കോൺഗ്രസിൻ്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കാട്ടകം സുരേഷും ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകിയതിലുള്ള അമർഷം ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ട്. അത് പ്രചാരണത്തിൻ്റെ ആദ്യാവസാനം വളരെ വ്യക്തവുമായിരുന്നു. കോൺഗ്രസ് നിർജ്ജീവമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പല ബൂത്തുകളിലും ഫ്രാൻസിസ് ജോർജിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ എത്താത്ത ബൂത്തുകൾ പോലും ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഒരു ആവേശം കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറുവശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് കടന്നു വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഒരു സ്വന്തം സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് CPM ഈ പ്രചാരണ പ്രവർത്തനത്തെ ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും, പ്രത്യേകിച്ച് എല്ലാ ബൂത്ത് തലങ്ങളിലും കൃത്യമായി പ്രചാരണ പ്രവർത്തനങ്ങൾ എത്തിക്കുവാൻ CPM പ്രവർത്തകർ തന്നെയാണ് മുന്നിട്ടിറങ്ങിയത്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം എന്ന് പറയപ്പെടുന്നത് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 നിയമസഭാ മണ്ഡലങ്ങൾ തങ്ങൾ വിജയിച്ചു കയറിയ ജനപ്രതിനിധികളാണ് എന്നുള്ള ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. പക്ഷേ ആ ആത്മവിശ്വാസത്തെ കേരള കോൺഗ്രസ് മറികടക്കുന്നത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറികടക്കുന്നത് പാലായും കടുത്തുരുത്തിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മണ്ഡലത്തിൽ വിജയിച്ചു കയറാൻ കഴിയും. പ്രത്യേകിച്ച് ഏറ്റുമാനൂർ സിറ്റിംഗ് സീറ്റാണ്, വൈക്കം സിറ്റിംഗ് സീറ്റാണ്. അതിന് പുറമെ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള കടുത്തുരുത്തിയും പാലായും കൂടി ഉൾപ്പെടുന്നതോടുകൂടി ഈ മണ്ഡലത്തിൽ വിജയിച്ചു കയറാൻ കഴിയും. മറുവശത്ത് UDFിന് ഒരു വ്യക്തമായ ചിഹ്നമില്ല. കാരണം അവരുടെ ചിഹ്നം എന്ന് പറയപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ഓട്ടോറിക്ഷയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5 തെരഞ്ഞെടുപ്പുകളിൽ ചാഴികാടൻ മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹം ഒറ്റ ചിഹ്നത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്, 2 ചിഹ്നത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചിഹ്നം ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു
സ്ഥാനമുണ്ട്, സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ചിഹ്നം കണ്ട് ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. മാത്രമല്ല രാഹുൽ ഗാന്ധി ഞാൻ നിൽക്കുന്ന ഈ തിരുനക്കരയിൽ ചുറ്റുവട്ടത്താണ് രാഹുൽ ഗാന്ധി പ്രചാരണ പ്രവർത്തനത്തിനായി എത്തിച്ചേർന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രചാരണ വേളയിൽ ഇന്ത്യ മുന്നണിക്കാണ് വോട്ട് ചോദിച്ചത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് തോമസ് ചാഴികാടൻ. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി ഇന്ത്യ മുന്നണിയുടെ പ്രചാരണ കമ്മിറ്റി അംഗം കൂടിയാണ്. അങ്ങനെ ഇന്ത്യ മുന്നണിക്കാണ് വോട്ട് ചോദിച്ചത്. തോമസ് ചാഴികാടൻ വ്യക്തമാക്കുന്നത് താൻ ഇന്നലെയും ഇന്നും നാളെയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കും. ഇന്നലെ ഇന്ത്യ മുന്നണിയോടൊപ്പം അടിയുറച്ചു നിന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു. നാളെയും താൻ വിജയിച്ചു കഴിഞ്ഞാൽ ജനപ്രതിനിധിയായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് ചാഴികാടൻ പങ്കുവയ്ക്കുന്നത്. മനു.